നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് മല റോഡിൽ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി റോഡരികിലെ വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മല റോഡിലെ പെട്രോൾ പമ്പിന് സമീപം വ്യാഴാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. തണ്ണീർക്കോട് ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി നിയന്ത്രണം നഷ്ടമായി വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് മുറിഞ്ഞ് തെറിച്ചു വീണു. രാവിലെ ആയതിനാൽ റോഡിൽ മറ്റു വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഇല്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സവും നേരിട്ടു. ഭരണഘടനയും ജനാധിപത്യവും തകർക്കാൻ BJP ശ്രമിക്കുന്നു. CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. ഇതിനെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കേണ്ടതുണ്ട്. BJPക്കെതിരെ സംസാരിക്കാൻ കോൺഗ്രസിന് പേടിയാണെന്നും ബൃന്ദ പറഞ്ഞു. ആലത്തൂർ ലോക്സഭ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ വിജയത്തിനായി ദേശമംഗലത്ത് LDF സംഘടിപ്പിച്ച പഞ്ചായത്ത് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പട്ടികജാതി വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസ, ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു, ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, CPI ഏരിയ സെക്രട്ടറി P ശ്രീകുമാർ, INL ജില്ലാ സെക്രട്ടറി അലി അമ്പരത്ത്, മറ്റു നേതാക്കളായ KS ദിലീപ്, K ജയരാജ്, TS മമ്മി, CM കാസിം, ദേവാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. Why they are not mentioning CA in the manifesto? They are afraid they will lose this vote and that vote, so they will keep quiet. They will take the vote of the Muslim League with a green flag, but they feel shy to show that flag in public. This is the hypocrisy of the Congress party. ആലത്തൂർ പാർലമെന്റ് നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ ചേലക്കര നിയോജക മണ്ഡലം 3ാംഘട്ട പര്യടന പരിപാടിക്ക് വരവൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. വരവൂർ ഗ്രാമപഞ്ചായത്തിനടുത്തു നിന്നാരംഭിച്ച പ്രചരണ പര്യടനം നടത്തറ, വരവൂർ മസ്താനുപ്പാപ്പ പള്ളി പരിസരം, പാലക്കൽ സെന്റർ, തിച്ചൂർ, പാറപ്പുറം, മുക്കിലപ്പിടിക, വരവൂർ സ്കൂൾ പരിസരം എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. LDF തെരഞ്ഞെടുപ്പ് കൺവീനർ KK ബാബു, CPM ലോക്കൽ സെക്രട്ടറി KM നൌഫൽ, തളി ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി P ശങ്കരൻകുട്ടി, തളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK രവീന്ദ്രനാഥ്, വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, MR രതിമോഹൻ, ഷറഫുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ചുമട്ടുതൊഴിലാളികൾ, വിവിധ സംഘടനാ പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ സ്വീകരണം നൽകി. CPM ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ്, മാണി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK ജേക്കബ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ KV നഫീസ എന്നിവർ സ്ഥാനാർത്ഥിയുടെ കൂടെയുണ്ടായിരുന്നു. ആ നഷ്ടപ്പെട്ട മണ്ഡലം വീണ്ടെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നതല്ല. ആ മണ്ഡലം വീണ്ടെടുക്കാൻ വേണ്ടി തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മുടെ നാടിന്റെ മുഴുവൻ ആളുകളെയും എല്ലാ തരത്തിലുള്ള സഹായ സഹകരണ പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം ഞങ്ങളുടെ പ്രതീക്ഷകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതിനെ പെരുമാൾച്ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ ഉൾപ്പെടുത്തി വിജയിപ്പിക്കണം. CCTV ന്യൂസ്, തളി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്കുള്ള തപാൽ വോട്ട് ആരംഭിച്ചു. 20 വരെയാണ് ഇതിനായുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ സെന്ററിലെത്തി നിരവധി ഉദ്യോഗസ്ഥർ വോട്ടിംഗ് രേഖപ്പെടുത്തി. ലോക്സഭ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യുവാൻ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ തയ്യാറാക്കിയ ഫെസിലിറ്റേഷൻ സെന്ററിലാണ് സൗകര്യം ഒരുക്കിയിരുന്നത്. ഉദ്യോഗസ്ഥർ തപാൽ വോട്ടാണ് ഇവിടെ എത്തി ചെയ്തത്. ഏപ്രിൽ 18 മുതൽ 20 വരെയാണ് ഉദ്യോഗസ്ഥർക്ക് ഫെസിലിറ്റേഷൻ സെന്റർ വഴി തപാൽ വോട്ട് രേഖപ്പെടുത്തുവാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. പട്ടാമ്പി കോളേജിൽ ആദ്യ ദിനത്തിൽ തന്നെ നിരവധി ഉദ്യോഗസ്ഥരെത്തി വോട്ട് രേഖപ്പെടുത്തി. പട്ടാമ്പി തൃത്താല മണ്ഡലത്തിലെ ഉദ്യോഗസ്ഥർക്കായാണ് ഇവിടെ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ ഒരുക്കിയിട്ടുള്ളത്. ഒരു പരിശീലന കേന്ദ്രത്തിൽ 2 വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ എന്ന തരത്തിലാണ് ഇവിടെ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നതെന്ന് ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി പറഞ്ഞു. ഈ കേന്ദ്രത്തിൽ തന്നെ പട്ടാമ്പി കോളേജിൽ വെച്ച് തന്നെ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ പട്ടാമ്പി മണ്ഡലത്തിൽ ഡ്യൂട്ടിയുള്ളവർക്ക് അതുപോലെ തന്നെ തൃത്താല മണ്ഡലത്തിൽ ഡ്യൂട്ടിയുള്ളവർക്കും വെവ്വേറെ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഇന്ന്, നാളെ, മറ്റന്നാൾ 18, 19, 20 തീയതികളിലായി ഇവിടെ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റ് മുഖേന വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഉള്ള സമയത്ത് ഈ കോളേജിലുള്ള വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററിലെത്തി വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ വോട്ടുള്ള ജീവനക്കാർക്ക് മാത്രമാണ് ഇവിടെ വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം. 18, 19, 20 ദിവസങ്ങളിൽ വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉള്ളത്. മറ്റ് ജില്ലകളിൽ വോട്ടുള്ളവർക്ക് പാലക്കാട് VEM സ്കൂളിൽ വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. 21, 22, 23 തീയതികളിലായി
3 ദിവസങ്ങളിൽ BEM സ്കൂളിലും വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനം നൽകിയതിനു ശേഷമാണ് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഫെസിലിറ്റേഷൻ സെന്ററിലൂടെ ഉദ്യോഗസ്ഥർ വോട്ട് രേഖപ്പെടുത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആലത്തൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വരവൂർ പഞ്ചായത്തിലെ 2ാം ഘട്ട പ്രചരണം ആരംഭിച്ചു. തിച്ചൂർ കോഴിക്കുന്ന് കോളനിയിൽ വെച്ച് KPCC ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. UDF ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ അമീർ, UDF ചേലക്കര നിയോജക മണ്ഡലം കൺവീനർ വേണു മേനോൻ, കോൺഗ്രസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് ഷാനവാസ്, കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ്, UDF മണ്ഡലം ചെയർമാൻ മുസ്തഫ, UDF മണ്ഡലം കൺവീനർ കമറുദ്ദീൻ, കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് രാജൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തിച്ചൂർ അയ്യപ്പ ക്ഷേത്രം ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര ദർശനത്തിനും ഭക്തജനങ്ങളെ കാണാനുമായി സ്ഥാനാർത്ഥി ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രം ഭാരവാഹികൾ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ സ്വീകരിച്ച് ഉപഹാരം നൽകി. വാർഡ് മെമ്പർ അനിത, മുൻ വാർഡ് മെമ്പർ രവി, കോൺഗ്രസ് വാർഡ് നേതാക്കളായ സതീശൻ, മണികണ്ഠൻ, മോഹനൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനായി എത്തിയിരുന്നു. ഒരിടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാതയിൽ വരവൂർ മഞ്ഞച്ചിറ കുളത്തിന് സമീപം പാതയോരത്ത് നിൽക്കുന്ന മാവിന്റെ കമ്പ് പൊട്ടി വീണ് വൈദ്യുതി കമ്പി പൊട്ടി. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരും കടന്നുപോകുന്ന പാതയിൽ കമ്പ് പൊട്ടി വീഴുന്ന സമയത്ത് വാഹനങ്ങളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. വൈദ്യുതി ജീവനക്കാരെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. പാതയോരത്ത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളുടെ കമ്പ് മുറിച്ചുമാറ്റി അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന് നിരവധി തവണ വാർത്ത കൊടുത്തുവെങ്കിലും ഒരു നടപടിയുമായില്ല. മലപ്പുറം, പാലക്കാട് ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശമായ നീലിയാട് തെരുവ് വിളക്കുകൾ കത്തുന്നില്ല. രാത്രി 9 മണിവരെ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള വെളിച്ചമാണ് ഏക ആശ്വാസം. റോഡരികിലെ തണൽ മരങ്ങൾ വളർന്നു പന്തലിച്ചു നിൽക്കുന്നതിനാൽ കടകളിൽ നിന്നുള്ള വെളിച്ചം റോഡിലേക്ക് കിട്ടാറില്ല. വ്യാപാര സ്ഥാപനങ്ങൾ അടക്കുന്നതോടെ പ്രദേശം പൂർണ്ണമായും ഇരുട്ടിലമരും. ഇതോടെ സമീപത്തെ തോട്ടിൽ തള്ളുന്ന മാലിന്യങ്ങൾ ഭക്ഷിക്കാൻ നിരവധി തെരുവുനായ്ക്കൾ ഈ പ്രദേശത്തെത്തുക പതിവാണ്. 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായതിനാൽ ഈ പ്രദേശത്ത് AI ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണത്തിലാണ്. നിരവധി പേരാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇരുചക്രവാഹനങ്ങളിലടക്കം ഇതുവഴി സഞ്ചരിക്കുന്നത്. ഇരുചക്രവാഹനങ്ങളിൽ ഹെൽമറ്റ് വയ്ക്കാതെ പുറകിലിരുന്നെത്തുന്നവർ ക്യാമറയെ കബളിപ്പിക്കാൻ നീലിയാട് വളവിൽ നിന്നും ഇറങ്ങി നടക്കുകയാണ് പതിവ്. പലപ്പോഴും തെരുവുനായയുടെ അക്രമത്തിൽ നിന്നും ഇവർ രക്ഷപ്പെടുന്നത് ആത്മധൈര്യം കൊണ്ട് മാത്രമാണ്. ഇരുചക്രവാഹനങ്ങളെ പിന്തുടർന്ന് തെരുവുനായ്ക്കൾ ഓടുന്നതും പതിവാണ്. നീലിയാട് മുതൽ മില്ല് സ്റ്റോപ്പ് വരെയും തെരുവ് വിളക്കുകൾ കത്തുന്നില്ല. പ്രധാന പ്രദേശമായിട്ടുകൂടി അധികൃതർ നീലിയാട് ജംഗ്ഷനോട് അവഗണന കാട്ടുകയാണെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഓട്ടോ ഡ്രൈവർമാരുടെയും ആക്ഷേപം. പട്ടാമ്പി റോഡ് 2 ജില്ലകൾ തമ്മിൽ വേർതിരിയുന്ന നീരാട് സംഘങ്ങൾ ഒരു ലൈറ്റോ കാര്യങ്ങളോ ആനക്കാർ റൂട്ടിൽ പൂജാപൂജി വസ്തു ഇന്നിരിക്കുകയാണ്. ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. കോട്ടൂർ ആനക്കാർ റൂട്ടിൽ നീരാടിന് തിരിയുന്ന റൂട്ടിൽ ഒരു ലൈറ്റോ സംവിധാനങ്ങളോ പൂജാപൂജി ഇവിടെ എന്നും നടന്നുകൊണ്ടിരിക്കുന്നു. CCTV ന്യൂസ്, തൃത്താല. മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കാളവേലയ്ക്കും പൂരത്തിനും കർശന സുരക്ഷ ഒരുക്കാൻ ക്ഷേത്രത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. കാളകൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ A. രാജേഷിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. മുളയൻകാവ് ബോധിക്ഷേത്രത്തിലെ വലിയ കാളവേല മെയ് 11-നും വലിയ പൂരം മെയ് 12-നുമാണ് ആഘോഷിക്കുന്നത്. ആഘോഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രത്തിൽ ബന്ധപ്പെട്ടവരുടെ വിപുലമായ യോഗം വിളിച്ചു ചേർത്തത്.
ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എ രാജേഷിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന കാളകൾ നിർബന്ധമായും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നാണ് യോഗത്തിലെ പ്രധാന തീരുമാനം. രജിസ്റ്റർ ചെയ്യാത്ത കാളകളെ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കില്ല. രാത്രി 12 മണിക്കുള്ളിൽ വരുന്ന കാളകൾക്ക് കിഴക്കേ നടയിൽ 5 മിനിറ്റ് കൊട്ടുവാൻ അവസരം നൽകും. പോലീസിന്റെ പ്രത്യേക നിർദ്ദേശമുള്ളതിനാൽ DJ സെറ്റുകൾ രാത്രി 10 മണിക്ക് ശേഷം അനുവദിക്കില്ല. കാളവേല, പൂരം ദിവസം മുളയങ്കാവ് കൊപ്പം ടൗണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുവാനും യോഗം തീരുമാനിച്ചു. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ പ്രശ്നത്തിന് മുമ്പ് ആള് സംസാരിച്ചതെന്ന് മനസ്സിലായത് എത്ര കാളകൾ വരുന്നു കമ്മിറ്റിക്കാർക്കും പിടുത്തില്ല, നാട്ടുകാർക്കും ഒരു പിടിയില്ല. അപ്പൊ അത് നമ്മളാരനെ കൊണ്ടുവരണ്ടെന്ന് അവരുടെ ദേശത്തെ ആൾക്കാർക്ക് അറിയുണ്ടാവും. ഇത് സമയ ക്ലിപ്തത ഇല്ലെങ്കിലാണ് ഈ പ്രശ്നം കയറുന്ന പ്രശ്നങ്ങൾ, 12 മണിക്ക് കയറുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ആ സമയത്ത് സംസാരിക്കാൻ അതിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരും ഉണ്ടാവില്ല. ആ സമയത്ത് ആ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു കൂട്ടം ആൾക്കാരോട് ഇവര് കമ്മിറ്റിക്കാരോ പോലീസോ സംസാരിച്ചാൽ അത് വാക്കുതർക്കത്തിന് ഇടയാക്കും. അതുകൊണ്ടാണ് ഇവർ പറയണത് ഒരു 2 പേരുടെ പേര്, ഒരു സെക്രട്ടറി പ്രസിഡന്റ് ആയിട്ട് ഒരു ഉത്തരവാദിത്തം ഏൽക്കാൻ പറ്റിയ 2 പേര്, കാളേനെ കൊണ്ടുവന്ന 2 പേര്, നാട്ടിലെ 2 പേരുടെ പേര് തന്നാൽ അവരോട് കാര്യങ്ങൾ സംസാരിച്ചാൽ അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അവിടെ തീരും. ഒരു കൂട്ടം ആൾക്കാരോട് സംസാരിച്ചാൽ പല അഭിപ്രായങ്ങളാവും. അത് പിന്നെ ലാസ്റ്റ് അടിയിലേക്ക് നീങ്ങും. ഉത്സവത്തിന് കർശന സുരക്ഷ ഒരുക്കുവാനും യോഗത്തിൽ തീരുമാനമായി. ക്ഷേത്ര ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ രത്മേഷ്, അംഗങ്ങളായ സി രാജൻ, ഹരിദാസൻ, എ രാമകൃഷ്ണൻ, ഉത്സവാഘോഷ സമിതി പ്രസിഡന്റ് രാജൻ വല്ലപ്പുഴ, സെക്രട്ടറി മുരളി എഴുവന്തല, കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി, വൈസ് പ്രസിഡന്റ് TK ഇസഹാഖ്, വാർഡ് മെമ്പർ ബാലഗംഗാധരൻ, ഉഷ, പോലീസ്, റവന്യൂ, ഹെൽത്ത്, KCB ഉദ്യോഗസ്ഥർ, വിവിധ ദേശ കമ്മിറ്റി ഭാരവാഹികൾ, ഉത്സവാഘോഷ സമിതി അംഗങ്ങൾ, കാളക്കമ്മിറ്റി ഭാരവാഹികൾ, ഉപപൂര കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ നാഗലശ്ശേരി പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. കൂറ്റനാട് മാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം C മുകേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KT മോഹൻദാസ് അധ്യക്ഷനായി. തുടർന്ന് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 100 തൊഴിലുറപ്പ് ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അനുമോദിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM രാജൻ, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം VK മനോജ് കുമാർ, KV സുന്ദരൻ, KV മണികണ്ഠൻ, സുനിത ഓണപ്പറമ്പിൽ, വാർഡ് മെമ്പർ ദേവയാനി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ പറയുന്നത് 600 രൂപയെങ്കിലും നമ്മുടെ കൂലി ആക്കണം, എങ്കിലെയാണ് നമ്മൾ ജീവിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. 384 കൊടുക്കുന്ന നിരന്തരത ഹരിയാനയിൽ, പക്ഷെ നമ്മുടെ കേരളത്തിൽ 346 ആക്കിയ ഒരു യൂണിയൻ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചില്ല, 13 രൂപയാണ് വർദ്ധിപ്പിച്ചത്. നാം കാലങ്ങളായി ഉന്നയിക്കപ്പെടുന്നത് 600 രൂപയാക്കിയാൽ മാത്രമാണ് ജീവിക്കാൻ വേണ്ടി കഴിയും. കാരണം 365 ദിവസം ഒരു വർഷത്തിലുണ്ടെങ്കിലും 100 ദിവസമാണ് നമ്മുടെ പണി. അതുകൊണ്ട് നമ്മുടെ കൂലി 600 ആക്കി വർദ്ധിപ്പിക്കാൻ യൂണിയൻ ഗവൺമെന്റ് തയ്യാറാകുന്നു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.